എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി. മാധവൻ വൈകിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നു. രാവിലെ കുറച്ച് പേടിയോടെയാണ് ഓഫീസിലേക്ക് പോയതെങ്കിലും വിചാരിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഓഫീസിലുണ്ടായില്ല. വളരെ സൗമ്യമായിട്ട് തന്നെയാണ് ശ്രീഹരി തന്നോട് പെരുമാറിയത്. അതൊക്കെ കേട്ടപ്പോഴാണ് ശ്വാസം നേരെ വീണത്. വീടിന്റെ അടുത്തുള്ള അങ്ങാടിയിലെത്തിയതും മാധവൻ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളത് വാങ്ങി. അതെല്ലാം വാങ്ങി തിരിഞ്ഞതും ശോഭയെ അപ്പോഴത്തെ ബസ്സിൽ വന്നിറങ്ങി. അങ്ങനെ ശോഭയും കൂട്ടി മാധവൻ വീട്ടിലെത്തിയതും വീട്ടുമുറ്റത്ത് പ്രശാന്തിന്റെ വണ്ടി കിടപ്പുണ്ടായിരുന്നു. വണ്ടിയുടെ ശബ്ദം കേട്ട് അകത്തുനിന്ന് മായി ശില്പയും പുറത്തേക്ക് വന്നു. അവർക്ക് പിന്നാലെ പ്രശാന്തും അമ്മയും ഉണ്ടായിരുന്നു. ഏട്ടാ, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? വണ്ടി മുറ്റത്തിരുത്തി മാധവൻ ഇറങ്ങിയതും പ്രശാന്തിന്റെ അമ്മ സരോജിനി മുറ്റത്തേക്ക് വേഗത്തിൽ ഇറങ്ങി വന്ന് ചോദിച്ചു. എന്താടി, അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, അത്രയേ സംഭവിച്ചുള്ളൂ. എന്നാലും കേട്ടപ്പോ ഒരു വിഷമം. സാറില്ല, നീ വീട്ടിലേക്ക് കയറി, നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാം. മാധവൻ പറഞ്ഞുകൊണ്ട് സിറ്റൗണിലേക്ക് കയറി. പിന്നാലെ ശോഭയും. നാത്തുവിനെ, ഞാനൊന്ന് കുളിച്ചിട്ട് പെട്ടെന്ന് വരാം കേട്ടോ, ആകെ മുഷിഞ്ഞിരിക്കുക. ആയിക്കോട്ടെ എടുത്തി, ഞങ്ങളിവിടെ ഉണ്ടാവും. എടുത്തി പോയി കുളിച്ചിട്ട് വാ. ശോഭ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. സരോജിനി മകൻ പ്രശാന്തിനെയും നോക്കി ഹാളിലെ സോഫയിലേക്ക് ഇരുന്നു. അച്ഛനും അമ്മയും അകത്തേക്ക് പോയതും മായും ശില്പയുടെ അരികിലേക്ക് വന്നു. അപ്പച്ചി, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉണ്ട് മോളെ, എല്ലാം ഓർമ്മയുണ്ട്. അതിനനുസരിച്ച് ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാം, പോരെ? അല്ലെങ്കിൽ എൻ്റെ മോൻ അവൾക്കൊരു ജീവിതം കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിന്നെ പോലെയല്ല, നല്ല അടക്കം ഒതുക്കൊണ്ട് മായമോൾക്ക്. അവളുടെ സ്വഭാവം കൊണ്ട് അവനവളെ പൊന്നു പോലെ നോക്കുകയും ചെയ്യും, അല്ലേടാ? സരോജിനി ചോദിച്ചുകൊണ്ട് അവനെ നോക്കി. എൻ്റെ അമ്മ അതൊക്കെ ഓക്കെയാണെന്ന് അമ്മയ്ക്കെന്നെ അറിയില്ലേ, പിന്നെ എന്തിനാ ഈ ചോദ്യം? അപ്പച്ചി മതി, നിർത്ത്. നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞിട്ട് ഇത് എവിടെ എത്തില്ല. അതുകൊണ്ട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തന്ന പോലെ പറയാം, ഒരു പിഴവും പറ്റാൻ പാടില്ല. പിന്നെ അതിനിടയിൽ എനിക്കിട്ട് താങ്ങേണ്ട കേട്ടോ അപ്പച്ചി. അത് വിട്ടേക്ക് മോളെ, ഞാൻ തമാശ അറിഞ്ഞല്ലേ? സരോജിനി പറഞ്ഞുകൊണ്ട് അവളെ തലയിൽ തലോടി. ഈ കാര്യത്തിൽ നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട, ഒരു പിഴവും പറ്റില്ല. അതിനനുസരിച്ച് ഞങ്ങൾ അമ്മാനോട് സംസാരിച്ചോളാം. നിങ്ങൾ രണ്ടാൾ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്. മായ, അവളൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. ഇന്ന് തന്നെ നിന്റെ അച്ഛൻ തരുവാണെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ കൊണ്ടുപോകും, അല്ലേ അമ്മേ? പ്രശാന്ത് അമ്മയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അടങ്ങി നിൽക്കണം, ഇത്രക്ക് ആവേശം കാണിക്കല്ലേ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഇത്ര തിടുക്കപ്പെട്ട് നീ ഒരു പ്രശ്നമാക്കരുത്. എല്ലാം നല്ല രീതിയിൽ സംസാരിച്ച് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ആയിക്കോട്ടെ അമ്മേ, എനിക്ക് തിടുക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആയാൽ നിനക്ക് നല്ലത്. ദേ അച്ഛൻ. പെട്ടെന്ന് മായ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. വൈകിട്ട് ബസ് ഇറങ്ങി മായ വേഗത്തിൽ നടന്നു. സാധാരണ അവൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അച്ഛനും ഓഫീസിൽ നിന്ന് എത്തുമായിരുന്നു. ശേഷം അച്ഛൻ്റെ കൂടെ വണ്ടിയിൽ ഓരോ കഥകളും പറഞ്ഞങ്ങനെ പോകും. ഇന്ന് പക്ഷെ അച്ഛനെ അവൾ കണ്ടതേയില്ല. അച്ഛനെ വഴിയിൽ എവിടെയും കാണാതായപ്പോഴേ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യത നിറഞ്ഞു. തന്നെയുള്ള പിണക്കത്തിൽ ഒന്നിൽ നേരത്തെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വൈകി ഇറങ്ങും. ഇന്ന് അങ്ങനെയാവും ഉണ്ടാവുക. മുന്നോട്ട് നടക്കുന്തോറും അവളുടെ കണ്ണുകൾ എന്തിനെന്നില്ലാതെ നിറഞ്ഞൊഴുകി. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഓരോരുത്തരും തന്നെ എന്തോ പോലെ നോക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടും നോക്കാതെ അവൾ കാലുകൾ നീട്ടിവെച്ച് നടന്നു. വീടിന്റെ അടുത്തെത്തിയപ്പോൾ കണ്ടു അച്ഛന്റെ വണ്ടി മുറ്റത്ത്, കൂടാതെ മറ്റൊരു ബൈക്കും. അത് ആരുടേതാണെന്ന് പോലും ശ്രദ്ധിക്കാതെ അവൾ വീട്ടിലേക്ക് കയറി. ഹാളിലേക്ക് കടന്നും കണ്ടു സരോജിനി അപ്പച്ചിയും പ്രശാന്തേട്ടനും. മോളെ മായേ, അവരിപ്പോൾ വന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കും മായ ആലോചിക്കുമ്പോഴേക്കും അപ്പച്ചി അവൾക്കടുത്തെത്തി കൈകൾ കവർന്നിരുന്നു. മോളെ, നീ ഇന്ന് വൈകിയോ? ഇല്ല അപ്പച്ചി, ഞാൻ ഇന്ന് ഈ സമയത്ത് തന്നെ വരുന്നത്, വൈകിട്ടൊന്നുമില്ല. ആണോ? അതെ. അപ്പച്ചി എപ്പോൾ എത്തി? ദേ, ഞങ്ങളിപ്പോൾ എത്തിയതേ മോളെ, പോവാൻ നിൽക്കായിരുന്നു. അപ്പൊ കരുതി നീ വന്നിട്ട് നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന്. ഇവിടം വരെ വന്നിട്ട് നിന്നെ ഒന്ന് കാണാതെ പോകുന്നത് എങ്ങനെയാ? അതുകൊണ്ടാ കാത്തിരുന്ന്. എന്നാ അപ്പച്ചി ഇരിക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഞങ്ങൾ ചായ കുടിച്ചു മോളെ, അമ്മ തന്നു. നീ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. ശരി അപ്പച്ചി. അവൾ അവരെയും ഹാളിലിരിക്കുന്ന അച്ഛനെയും നോക്കി തന്റെ റൂമിലേക്ക് നടന്നു. റൂമിൽ കിടന്ന് അവൾ ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് കയറി. അപ്പോഴേക്ക് അവളുടെ ചിന്ത അപ്പച്ചിയും പ്രശാന്തേട്ടനും വന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കും എന്നായിരുന്നു. കാരണം സാധാരണ ഈ വഴിക്ക് അധികം അവർ വരാറില്ല. മുമ്പ് തന്നെയോ ശില്പയോ വിവാഹം കഴിക്കാൻ ചോദിച്ചു വന്നപ്പോൾ എന്റെ മകളെ താൻ തോന്നിയാൽ നിന്റെ മകന് തരില്ലെന്ന് അച്ഛൻ പറഞ്ഞതിനാൽ ഒരുപാട് നാളായി ഇങ്ങോട്ട് വന്നിട്ട്. അന്ന് ആ കച്ചറുണ്ടാക്കി പോയതാണ്, പിന്നെ ഇങ്ങോട്ട് വന്നതേയില്ല. ഇപ്പോൾ പെട്ടെന്നുള്ള വരവും തന്നെ കണ്ടപ്പോൾ നല്ല സ്നേഹത്തോടെ സംസാരിച്ച് ഓർത്തും അവളുടെ മനസ്സിൽ വല്ലാത്തൊരു പേടി നിറഞ്ഞു. എന്നാലും ഏട്ടാ, അവള് സമ്മതിക്കുമോ? സമ്മതിക്കും. എന്റെ മോളാണ് അവളെങ്കിൽ ഇതിനെ സമ്മതിച്ചിരിക്കും. സമ്മതിച്ചാ നല്ലത്. മുമ്പൊരിക്കും ഞാൻ ഇവരാരെങ്കിലും എന്റെ മോന് നൽകണമെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞ വാക്കുകൾ ഞാൻ മറന്നിട്ടില്ല. ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇത് നടന്നിരിക്കും. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നീ അങ്ങ് മറന്നേക്ക്. മയിയുടെയും ശില്പയുടെയും കല്യാണം കഴിയുമ്പോഴേക്കും നമുക്കിത് സംസാരിച്ച് ഉറപ്പിക്കാം. എന്നിട്ട് അമ്പലത്തിൽ വെച്ച് ചെറിയൊരു താലികെട്ട്, അത്രയും മതി. നമ്മൾ ബന്ധുക്കൾ കുറച്ച് പേരും, അത്രയും പോരെ? മതിയമ്മാവ, അത്രയും മതി. എനിക്ക് എങ്ങനെയായാലും അവളെന്റെ ഭാര്യയായ മതി. എന്നാ പിന്നെ അങ്ങനെ ഉറപ്പിക്കാം. മതി ഏട്ടാ, അങ്ങനെ മതി.
പിന്നെ അവള് മുമ്പൊരുത്തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി അവൾ ആ പേരും പറഞ്ഞ് ഞങ്ങൾ വേദനിപ്പിക്കൊന്നുമില്ല. പൊന്നു പോലെ നോക്കും. അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ ആ സംഭവം അറിയുന്നതുകൊണ്ട് എൻ്റെ മോനേക്കാൾ നല്ലൊരു ആലോചനയൊന്നും ഇനി അവൾക്ക് വരാനും സാധ്യതയില്ല. അതുകൊണ്ട് നാട്ടുകാരെ കൊണ്ടും കുടുംബക്കാരെ കൊണ്ടും പറയിപ്പിക്കാൻ നിൽക്കുക, അതാ നല്ലത്. മയ്യേട്ടാ ഏറ്റിട്ടോ, നമ്മൾ അവസരത്തിനകത്ത് കളിച്ചിട്ട് കാര്യങ്ങൾ എളുപ്പമായി. എല്ലാം കേട്ടുന്ന ശില്പ മയ്യെ തട്ടി പതിയെ പറഞ്ഞു. അതെ, ഇനി പ്രശാന്തേട്ടൻ നോയിക്കോളൂ. അപ്പോൾ അവരുടെ സംസാരത്തിലേക്കാണ് ശിവാനി ട്യൂഷൻ കഴിഞ്ഞ് വന്ന്. ഹാളിലുള്ളവരെ കണ്ടത് അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ശിവമോളെ, മോള് വന്നോ? അപ്പച്ചി ചോദിച്ചതിന് അവരെ നോക്ക മാത്രം ചെയ്ത് അവളവിടുന്ന് പോയി. എന്താ ഏട്ടാ ശിവമോൾക്ക് പോലെ ഒരു ബഹുമാനമില്ലാത്ത? അതൊന്നുമില്ലടി, അവളാ ക്ഷീണത്തിൽ വരുന്നല്ലേ, അതിൻ്റെ ആവും. അതിന് സരോജിനി ഒന്ന് മോളുക മാത്രം ചെയ്തു. എന്താ? മായ കുളിച്ച് ഡ്രസ്സ് മാറി പുറത്തിറങ്ങിയതും തന്റെ റൂമിൽ പ്രശാന്തിനെ കണ്ട അവളാകെ ഭയന്നു. ആഹാ, കുളിച്ച് ഫ്രഷായ എന്താ മായക്കുട്ടി? നിങ്ങളൊന്ന് പുറത്തുപോയി. അതെന്താ മായ, ഞാനിവിടെ നിന്നാ? അല്ലേ വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്ക് ഇരുന്നു. അത് കണ്ടത് അവൾക്ക് ആകെ പേടിയായി. ഒന്ന് പുറത്തു പോ പ്രശാന്തേട്ടാ. എന്റെ മായക്കുട്ടി ഇങ്ങനൊന്നും പറയല്ലേ. ഒന്നുമില്ലെങ്കിൽ നാളെ നമ്മൾ ഒരുമിച്ച് ജീവിക്കാവുള്ളതല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ പറയാവോ? ഇയാളൊന്ന് പോയി. ആൾക്ക് തീരുമാനിക്കണം ഞാനാ, നിങ്ങളല്ല. പിന്നെ എൻ്റെ അച്ഛൻ നിങ്ങളെപ്പോലെ ഇത്രയും കൂടെ എന്നെ വിവാഹം കഴിപ്പിക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇനി നിനക്ക് ആര് വരാനാടി? അവൻ ആ ശ്രീഹരി പോയില്ലേ? അല്ലെങ്കിൽ അവന് ചേരുന്ന അവളാ ശില്പ. നിന്നെ പോലെയുള്ള ഒരുത്തിയെ കേട്ട എന്നെ പോലുള്ളവരെ ഉണ്ടാവൂ. നിങ്ങളുടെ റൂമിൽ നിന്ന് പോകാനല്ലേ പറഞ്ഞ്? ഓക്കെ, ഇപ്പൊ ഞാൻ പുറത്തു പോയേക്കാം. വൈകാതെ നീ എന്റെ അരികിൽ എത്തിയിരിക്കും. അവിടുന്ന് എന്നെ പുറത്താകാൻ നിനക്ക് കഴിയില്ല പെണ്ണേ. അവള് നോക്കി ഒരു വഷളം ചിരിച്ച് പറഞ്ഞുകൊണ്ട് പ്രശാന്ത് റൂമിൽ നിന്നും പുറത്തിറങ്ങി. അവൻ പറഞ്ഞിട്ട് പോയ വാക്കിൽ എന്തോ ഒരു അപകടം വരാനുള്ള പോലെ അവളുടെ മനസ്സിൽ നിന്ന് ആരോ മൊഴിഞ്ഞു. ചേച്ചി. പ്രശാന്ത് പുറത്തേക്ക് പോയതും വാതിലടക്കാനായി നിന്നും ശിവാനി അവളെ വിളിച്ചുകൊണ്ട് അവൾക്കരികിലെത്തി. ആ, മോളെത്തിയോ? ഇപ്പം എത്തിയുള്ളൂ. അതെ ചേച്ചി, അച്ഛൻ വിളിക്കുന്നുണ്ട്. വരാം മോളെ. അവര് പോയോ? ഇല്ല ചേച്ചി. എന്തിനാണോ ഇപ്പോഴത്തെ വരെ ഒന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. ആ, എന്തിനേലും ആവട്ടെ, നീ വാ. അമ്മേ, ദേ അവള് വരുന്നുണ്ട്. പ്രശാന്ത് അമ്മയെ തട്ടിക്കൊണ്ട് പറഞ്ഞു. സരോജിനിമായ ഒരു പുഞ്ചിരിയോടെ നോക്കി. അച്ഛാ, അച്ഛനെന്തി വിളിച്ച്? ആ, വാ പറയട്ടെ. ഇന്നലത്തെ പിണക്ക് മുഴുവനായിട്ട് മാറിയില്ലെങ്കിലും തെല്ലൊരഴവ് ആ മുഖത്ത് സംസാരത്തിലും വന്നിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു കേട്ട് അച്ഛൻ്റെ അടുത്തായി അവൾ പോയി നിന്നു. കാര്യം മറ്റൊന്നുമില്ല, മയിയുടെയും ശില്പയുടെയും വിവാഹം അടുത്ത് വരികയല്ലേ, അത് കഴിഞ്ഞ് ഞങ്ങൾ നിന്റെ വിവാഹം നടത്തുക. അച്ഛൻ പറഞ്ഞു കേട്ടതും മായ അമ്പരപ്പോടെ അച്ഛനെ തന്നെ നോക്കി. ചെറുക്കം മറ്റാരുമല്ല, നിന്റെ മുറച്ചെറുക്കം തന്നെ, പ്രശാന്ത്. അവളുടെ നോട്ടം കണ്ടതും അതേ അവളെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞിരുന്നു. മായ ഒരു ഞെട്ടലോടെ എല്ലാവരെയും നോക്കി. അച്ഛാ. അവൾ വേദനയോടെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി. അതെ, ഇതിന് നീ എതിർപ്പൊന്നും പറയാൻ നിൽക്കണ്ട, ഞങ്ങൾ ഇത് നടത്തിയിരിക്കും, നിനക്ക് സമ്മതമാണെങ്കിലും അല്ലെങ്കിലും. അച്ഛാ, എനിക്കിപ്പോഴൊന്നും വിവാഹം വേണ്ട, കുറച്ച് കഴിയട്ടെ, അപ്പൊ ഞാൻ തന്നെ പറയാം. അതൊന്നും പറ്റില്ല. ശില്പയുടെയും മയുടെയും കെട്ടുകഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നീയും പ്രശാന്തും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും. ഇത് നിന്റെ അച്ഛനാ പറയുന്നത്. നിന്റെ ഇഷ്ടത്തിന് ഓരോ തീരുമാനിക്കുന്നത് അതിനി നടക്കില്ല. മോളെ മായ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഈ അപ്പച്ചി മോളെ പൊന്നുപോലെ നോയിക്കോളാം. അതേപോലെ എൻ്റെ മോനും, അവന് നീ എന്ന് വെച്ചാ ജീവനാ. ഇതിൽ നീ ഒരു സങ്കടവും വിചാരിക്കണ്ട. അച്ഛൻ്റെ വാക്കുകൾക്ക് പിന്നാലെ അപ്പച്ചി കൂടി പറഞ്ഞു. അവിടെ ഉള്ളം തേങ്ങി. ആ തേങ്ങലിൽ അവിടെ ചേർലിരിക്കുന്ന പ്രശാന്തിനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് പോയി. ഏട്ടാ, നാത്തും പേടിക്കണ്ട, അവൾ സമ്മതിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. ബാക്കി കാര്യം ഞാനും മാധവേണ്ണും കൂടെ നോക്കിക്കോളാം. സരോജിനിയുടെ വിളിക്ക് മറുപടിയായി ശോഭ പറഞ്ഞു. അവരൊരു പുഞ്ചിരിയോടെ പോകാനായി എഴുന്നേറ്റു. ഏട്ടാ. ഇന്ദ്രന്റെ വിളി കേട്ടതും ശ്രീഹരി ഒന്ന് തിരിഞ്ഞു നോക്കി. വീടിന്റെ മുറ്റത്ത് ദൂരേക്ക് നോക്കി നിൽപ്പായിരുന്നു ശ്രീഹരി. അവന് റൂമിലൊന്നും കാണാതായപ്പോൾ തിരഞ്ഞു വന്നതാണ് ഇന്ദ്രൻ. ഏട്ടനെന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? കഴിക്കാൻ വരുന്നില്ലേ? ഒന്നുമില്ലടാ, ചുമ്മാ. ഞാൻ വരാം, നീ നടന്നോ. ഏട്ടൻ സാധാരണ മുറ്റത്ത് ഈ തണുപ്പിലൊന്നും നിൽക്കാത്താണല്ലോ, ഇന്ന് എന്തു പറ്റി? ഞാൻ വെറുതെ അങ്ങനെ ഇറങ്ങിയതാടാ, കാരണമൊന്നുമില്ല. എന്നോ വാ, നീ നടക്ക്, ഞാൻ വന്നോളാം. പിന്നെ ഏട്ടാ, ഞാൻ കാര്യം ചോദിക്കട്ടെ? വേണ്ട, നീ ചോദിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് തൽക്കാലം ചോദിക്കണ്ട. കുഴിച്ചു മൂടിയ ഓർമ്മകളൊന്നും ഇനി പുറത്തെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, എന്നാലും നീ പോ ഇന്ദ്ര, ഞാനും തനിച്ചിക്കട്ടെ. ഇന്ദ്രനൊന്നും മൂളി. എന്നിട്ട് അവൻ ശ്രീഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏട്ടാ, എത്ര തന്നെ കുഴിച്ചു മൂടിയാലും മായയുടെ ഓർമ്മകളിൽ ജന്മം ഏട്ടനെ വിട്ട് പോവില്ല. അത് മറ്റാരെക്കാളും കൂടുതൽ എനിക്കറിയാം. ഇന്ദ്രന്റെ വാക്കിൽ കേട്ട് അമ്പരപ്പോടെ ശ്രീഹരി ഇന്ദ്രനെ നോക്കി. ആ നോട്ടം കണ്ടില്ലെന്നടിച്ച് ഇന്ദ്രൻ വേഗത്തിൽ വീട്ടിലേക്ക് കയറി. നീ പറഞ്ഞ സത്യമാണ് ഇന്ദ്ര. എത്രത്തോളം മനസ്സിൽ നിന്ന് പിഴുതെറിയാൻ നോക്കിയിട്ടും പറ്റുന്നില്ല എനിക്ക്. അതിൻ്റെ ഏറ്റവും വലിയൊരു തോൽവിയാവും. എന്തിനാ പെണ്ണെ നീ എന്നോട് ഈ ചതി കാണിച്ചത്? സ്നേഹത്തോടെ എന്നും പൊതിഞ്ഞു പിടിച്ചിട്ടും അതെല്ലാം തട്ടി മാറ്റിപ്പോയത് എന്തിൻ്റെ പേരില്ല? ആർക്ക് വേണ്ടിയാ? ശ്രീയേട്ടൻ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്നെ കൺവെട്ടത്ത് പോലും വന്നേക്കരുത്. നിങ്ങളെന്നാ എനിക്ക് വെറുപ്പാ.
ഇനി എന്റെ ജീവിതത്തിൽ ഒരു അധികപ്പറ്റായി നുഴഞ്ഞു കയറി എന്റെ സമാധാനം ഇല്ലാതാക്കരുത്. അന്ന് രാത്രി മായ പറഞ്ഞ വാക്കുകളോർത്തും അവന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. വെറുപ്പാണ് പോലും അവൾക്ക് ഈ ശ്രീഹരിയെ. ഓർമ്മ വെച്ച നാൾ മുതൽ നെഞ്ചിലേറ്റ് സ്നേഹിച്ച് കാത്തിരുന്ന പെണ്ണിന് വെറുപ്പാണെന്ന്. ജീവനെ പോലെ സ്നേഹിച്ചവൾക്ക് തിരിച്ചു വെറുപ്പാണെങ്കിൽ ആ സ്നേഹത്തിന് വേണ്ടി വീണ്ടും കൊതിക്കാൻ മാത്രം മണ്ടനാണോ ശ്രീമംഗലത്ത് ശ്രീഹരി? ഒരിക്കലുമല്ല. എനിക്ക് എന്റേതായ വിലയുണ്ട്, ജീവിതമുണ്ട്. അത് വേദനിച്ചു നശിപ്പിച്ചു ഇല്ലാതാക്കാൻ തയ്യാറല്ല ഈ ശ്രീഹരി. മാറണം, മറക്കണം എല്ലാം. കൈകൾ രണ്ടും കൂട്ടിത്തിരുമ്മി മുഖമൊന്ന് അമർത്തി തുടച്ച് ശ്രീഹരി അകത്തേക്ക് നടന്നു. മോനെ ശ്രീ, ഇരിക്കെ. ശ്രീ അകത്തേക്ക് കയറിയതും അമ്മ പറഞ്ഞു. ആമ്മ, ഞാനിതാ വരുന്നു. സത്യേന്ദ്രേട്ടാ കുറച്ചു മുമ്പ് ശിൽപ്പൊളിച്ചിരുന്നു. അപ്പൊ പറഞ്ഞ എന്ത് സത്യമാണെന്ന് ശ്രീഹരി കഴിക്കാനായി കഴിയുന്നിരുന്നുകൊണ്ട് ചോദിച്ചു. അത് എന്താണ് ഇന്ദ്ര? എല്ലാവരെയും പരസ്പരമുള്ള നോട്ടം കണ്ട് ശ്രീഹരി ഇന്ദ്രനെ നോക്കി ചോദിച്ചു. ഇന്ദ്രൻ അവനെ സൂക്ഷിച്ചു നോക്കി. നേരത്തെ കണ്ട ആളെയല്ല, പുതിയൊരു ഭാവം, പുതിയൊരു മുഖം. അല്പം മുമ്പ് കണ്ട വേദനകൾ നിറഞ്ഞ ആ ഭാവത്തിൽ നിന്ന് ആത്മവിശ്വാസത്തിന്റെ പുതിയൊരു മുഖം കൈവന്നിരിക്കുന്നു. അത് മറ്റൊന്നല്ലേ ഏട്ടാ, മായച്ചിയുടെ വിവാഹം ഉറപ്പിച്ചു. അവരുടെ അപ്പച്ചിയുടെ മകൻ പ്രശാന്തുമായിട്ട്. ഈ വിവാഹം നടന്ന അടുത്ത മാസം തന്നെ അതും ഉണ്ടാവും. അതൊന്നും നടക്കാൻ പോകുന്നില്ല മോളെ. പെട്ടെന്നുള്ള ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. മുത്തശ്ശൻ. എന്നാ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞേ? അതങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴും ഇന്ദ്രൻ ശ്രീഹരിയുടെ മുഖം ശ്രദ്ധിക്കുകയായിരുന്നു. നേരത്തെ പോലെ തന്നെ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല. നല്ല കൂളായിട്ട് ഭക്ഷണം കഴിക്കുന്നു. ബാക്കിയുള്ളവരിലൊക്കെ ചെറിയൊരു ഞെട്ടിലുണ്ടെങ്കിലും ഏട്ടന്റെ മുഖത്ത് ഒന്നുമില്ല. ഇന്ദ്രന്റെ നോട്ടവും ശ്രീഹരിയുടെ ഭാവം കണ്ട ശ്രേയയുടെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നി മറഞ്ഞു. ചേച്ചി, ചേച്ചി ഉറങ്ങിയില്ലേ? ഇല്ല. നീ ഉറങ്ങാൻ നോക്ക് മോളെ, നാളെ ക്ലാസ്സിൽ പോകാനുള്ളതല്ലേ. എനിക്ക് ഉറക്കം വരില്ല ചേച്ചി. അതെന്താ? എനിക്കറിയില്ല ചേച്ചി. ഞാൻ കാര്യം പറയട്ടെ? പറ. ആ പ്രശാന്തിന്റെ ചേച്ചിക്ക് വേണ്ട. മോളെ അച്ഛൻ വേണ്ട ചേച്ചി. ശിവാനി കൂടുതലൊന്നും പറയാതെ മായയെ കെട്ടിപ്പിടിച്ചു. അവൾക്ക് നന്നായി കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ കണ്ണുനീരിന്റെ ചൂട് തന്റെ കൈകളിൽ പതിഞ്ഞതും മായ ഞെട്ടി. മോളെ ശിവ, നീ എന്തിനെ കരയുന്നേ? വേണ്ട ചേച്ചി, അയാൾ എന്റെ ചേച്ചിക്ക് വേണ്ട. ഓരോന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശിവ വീണ്ടും മായയെ കെട്ടിപ്പിടിച്ചു. മായയ്ക്ക് ശിവയുടെ സങ്കടം കണ്ട് നെഞ്ചു പടഞ്ഞെങ്കിലും അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ അവളുടെ മിഴികളും നിയന്ത്രണമില്ലാതെ പെയ്തിറങ്ങി. രാത്രി സമയം ഒരുപാട് വൈകിയാണ് മായ ഉറങ്ങിയതെങ്കിലും പുലർച്ചെ 5 മണിക്ക് തന്നെ അവൾ ഉറക്കമുണർന്നു. ബെഡിൽ എഴുന്നേറ്റിരുന്ന് നീളമുള്ള മുടി വാരിക്കെട്ടി തൊട്ടടുത്ത് കിടക്കുന്ന അനിയത്തി അവളെ നോക്കി. പാവം, തന്നെ പോലെ ഒരുപാട് വൈകിയാണ് ഇന്നലെ അവൾ ഉറങ്ങിയത്. സാധാരണ അവൾ ഒറ്റക്കാണ് കിടക്കുന്നെങ്കിലും ഇന്നലെ തന്റെ കൂടെ കിടക്കണമെന്ന് വാശി പിടിച്ചു. ഇപ്പോഴുള്ള തന്റെ വേദനയിൽ അതേപോലെ തന്നെ വേദന സഹിക്കുന്നവളാണ് അവളും. ഏറ്റവും താഴെയുള്ള കുട്ടിയാണ് അവളെങ്കിലും ഇപ്പോഴുള്ള തന്റെ അവസ്ഥ നന്നായി മനസ്സിലാക്കിയവൾ എന്റെ ഈ പൊന്നുമോള് മാത്രമാവും. മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, പറ്റുകയുമില്ല. മായ വാത്സല്യത്തോടെ ശിവയുടെ തലയിലൊന്ന് തലോടി വേഗം കട്ടിൽ നിന്ന് എഴുന്നേറ്റു. മായയുടെ സ്പർശനം അറിഞ്ഞതും അവളൊന്ന് അനങ്ങി നേരെ അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്നു. മായ തന്റെ ഡ്രസ്സും എടുത്ത് വേഗം കുളിക്കാൻ കയറി. കുളിച്ചിറങ്ങിയതും അവൾ പൂജാമുറിയിൽ വിളക്കെത്തിച്ച് പ്രാർത്ഥിച്ചു. ദേവി, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്നും എപ്പോഴും കൂടെ ഉണ്ടാവണേ. അത്രമാത്രം പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. എല്ലാവർക്കും കൊണ്ടുപോകാൻ ചോറും കറിയും. അതിനിടയിൽ വീട്ടിലുള്ള ഓരോ ജോലികളും ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ അമ്മയുടെ കൂടെ അടുക്കളയിൽ എന്തെങ്കിലും സഹായിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ചു ദിവസമായിട്ട് അമ്മ അധികം അങ്ങോട്ട് അടുക്കാറില്ല. അതിനൊന്നും മായയ്ക്ക് വിഷമമൊന്നും തോന്നിയില്ല. അമ്മയും അച്ഛനും തന്നോട് പിണക്കൊന്നും കാണിക്കാൻ മതിയെന്ന പ്രാർത്ഥന മാത്രമേ അവളുടെ ഉള്ളിൽ ഇന്നുള്ളൂ. മോളെ ശ്രേയേ. ആ അമ്മേ, എന്തേ? അല്ല, നിങ്ങളെ ക്ലാസ് 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ? അതെ അമ്മേ, എന്തേ ചോദിച്ചേ? അതൊന്നുമില്ല, അച്ഛൻ പറഞ്ഞു നിങ്ങളെ ക്ലാസ് കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കലും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാന്ന്. അതങ്ങനെ മതി അമ്മേ. ക്ലാസ് കഴിഞ്ഞാൽ നീ ഫ്രീ ആയല്ലോ, പിന്നെ എക്സാമിന് നോക്കിയാൽ മതിയല്ലോ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അതെ, നീ അമ്മയോട് സത്യം പറ. എന്ത് സത്യം അമ്മേ? നിനക്ക് ശരിക്കും വയറ്റിലുണ്ടോ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ച്? ഉണ്ടെന്നല്ലേ പറഞ്ഞ്? ശ്രേയ, നിന്റെ തമാശ ഒഴിവാക്ക്. ഞാൻ നിന്റെ അമ്മയാ. നിന്നെയും നിന്റെ ഏട്ടനെയും പ്രസവിച്ചവള്. എന്നോട് നിന്റെ കളി വേണ്ട. എന്നോട് മാത്രമല്ല, ഇവിടെ ആരോടും. ഇന്നലെ നിന്റെ ചെറിയമ്മ പോലും ചോദിച്ചു, നിന്നെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ എന്ന്. ഞാൻ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഒഴിവായി. എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സംശയം ഉണ്ടായിരുന്നു. സത്യം പറ മോളെ. അമ്മ പറഞ്ഞ ഓരോ കാര്യങ്ങൾ കേട്ടും ശ്രേയൊന്ന് പരിങ്ങി. ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതുമില്ല, അമ്മയോടെങ്കിലും സത്യം പറഞ്ഞാൽ അതൊരു സമാധാനമാണ്. അത് അമ്മ പറ. ഞാൻ പ്രഗ്നന്റ് ഒന്നല്ല അമ്മ. അപ്പൊ നീ പറഞ്ഞത് അത് ഈ വീട്ടിലുള്ള ഓരോരുത്തരുടെയും മുമ്പിൽ വെച്ച്? അത് ശില്പേന്റെ ക്ലോസ് ഫ്രണ്ടല്ലേ അമ്മ. അവൾക്ക് ഏട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ കഴിഞ്ഞില്ല. അപ്പം എല്ലാവരും സമ്മതിക്കാൻ വേണ്ടി ഈ ഒരു വഴിയെ ഞാൻ കണ്ടുള്ളൂ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന എൻ്റെ ആഗ്രഹത്തിന് ആരും എതിരേൽക്കില്ലാന്ന് തോന്നി. അങ്ങനെ പറഞ്ഞു പോയതാ. അവളുടെ ഇഷ്ടത്തിന് നീ എന്തിനാണ് കള്ളങ്ങൾ പറഞ്ഞ്? അതുകൊണ്ട് നിനക്ക് എന്ത് ലാഭം മോളെ ഉള്ളു? അമ്മ പ്ലീസ്, ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ. പിന്നെ ചോദിക്കാതെ
എന്റെ അമ്മയെ ഞാൻ ആരുടെ മുമ്പിൽ നാണം കെട്ടാലും വേണ്ടില്ല. ഏട്ടൻ അവളെ വിവാഹം കഴിക്കണം, അത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്റെ മനസ്സിൽ. ഇനി ഒന്നും കൂടുതൽ എന്നോട് ചോദിക്കല്ലേ ശില്പ. അവളൊരു പാവ. എന്നെ പോലെ അമ്മയെയും അച്ഛനെയും ഏട്ടനെയും ഈ വീട്ടിലുള്ളവരെയും നന്നായി നോക്കും. അതുപോലെ അമ്മയ്ക്ക്. അവളെ നോക്കി മൂളിക്കൊണ്ട് പത്മ റൂമിൽ നിന്ന് പുറത്തേക്ക് കടന്നു. സമയം 9:30. മായ ടൗണിൽ ബസ് ഇറങ്ങി റോഡ് മുറിച്ചടക്കാൻ നിൽക്കുകയാണ്. മുന്നിൽ ഒരു കാർ വന്ന് നിന്ന്, അതും തൊട്ടടുത്ത്. പേടിയോടെ പിന്നോട്ട് മാറി അവൾ കാറിൽ ആരാണ് നോക്കിയതും കണ്ടു. ഡ്രൈവിംഗ് സീറ്റിൽ ശ്രീയേട്ടനെ. ഒരു നിമിഷം മായയുടെ നേരെ കണ്ണുകൾ പാറി വീണു. പെട്ടെന്ന് തന്നെ ആ മിഴികൾ മറ്റേതോ ഭാഗത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ച് കഴിഞ്ഞിരുന്നു. ഒരു നിമിഷം മായ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. അന്ന് കണ്ടതിൽ പിന്നെ തമ്മിൽ കണ്ടിട്ടില്ല. അവസാനം കണ്ടപ്പോൾ പരസ്പരം ജീവനായിരുന്നുവെങ്കിലും ഇന്നത്തെ കാഴ്ച എന്താണെന്ന് ഊഹിച്ചെടുക്കാൻ പോലും കഴിയില്ല. ഹൃദയത്തിൽ നുരഞ്ഞു പൊന്തിയ പ്രണയം പുറത്തേക്ക് നിറഞ്ഞു തൂവിയതും ആർത്തിയോട് ആ മുഖത്തേക്ക് അവൾ വീണ്ടും നോക്കി. കൊച്ചെ, റോഡിന്റെ സൈഡിലേക്കൊന്ന് മാറിക്ക്. രാവിലെ തന്നെ മനുഷ്യന് പണി ഉണ്ടാക്കല്ലേ. പെട്ടെന്ന് തന്നെ നേരെ നോക്കി പറഞ്ഞ ആ ശബ്ദത്തിനുടമയെ തിരിച്ചറിഞ്ഞതും അവളുടെ ഉള്ളം നീറി. ഒരു ഞെട്ടിലോടെ ശ്രീഹരിയെ നോക്കി മായ വിളിക്കാൻ തുനിഞ്ഞു. പെട്ടെന്ന് അവൾ അത് പാതി വഴിയിൽ നിർത്തി. ആർത്തിയോട് അവനെ നോക്കിയ കണ്ണുകളെ തന്റെ മുന്നിലെ റോഡിലേക്ക് പായിച്ച് അവൾ റോഡ് വേഗത്തിൽ മുറിച്ച് കടന്നു. രാവിലെ തന്നെ ഓരോന്ന് ഇറങ്ങിക്കോളും. ശ്രീഹരി പിറുവിറുത്തുകൊണ്ട് കാറ് മുന്നോട്ടെടുത്തു. തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ഇന്ദ്രൻ മൗനമായി ഓരോ കാഴ്ചകളും വീക്ഷിക്കുകയായിരുന്നു. ഇത്ര പെട്ടെന്ന് ഏട്ടന് മായ ഒരു അപരിചിത മാത്രമായി മാറാനുള്ള കാരണം തേടുകയായിരുന്നു അവന്റെ ഹൃദയം. അവൾക്ക് ഏട്ടനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞെങ്കിലും അതിനെ അംഗീകരിക്കാൻ ഏട്ടന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മായ അങ്ങനെ പറഞ്ഞതിന്റെ പിന്നിലുള്ള കാരണം കണ്ടുപിടിക്കണമെന്ന് വാശി പിടിച്ച് പറഞ്ഞ ആൾക്ക് ഒരു രാത്രി പുലരുമ്പോഴേക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. പിന്നെ അങ്ങോട്ട് ഓരോ നിമിഷവും അവളെന്ന ഓർമ്മ പോലും തന്നിൽ നിന്ന രീതിയിലാണ് നടത്തം. ഡാ, ശ്രീഹരി ഇന്ദ്രന്റെ തോളിൽ തട്ടിയപ്പോഴാണ് അവൻ ചിന്തകളിൽ നിന്ന് ഉണർന്ന്. എന്താടാ, പകല് സ്വപ്നം കാണാണോ? ഇനി വല്ല പ്രണയത്തിലാകപ്പെട്ടോ? ഒരു പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന ഇന്ദ്രനെ നോക്കി ശ്രീഹരി ചോദിച്ചു. ഓ എന്റെ പൊന്നേട്ടാ, നമുക്കതൊന്നും വേണ്ടായി, ജീവിച്ചു പൊക്കോട്ടെ. ശരി, അതാണ് നല്ലത്. പ്രണയമൊക്കെ വല്ലാത്തൊരു ചതിയാനിയാ. ഏത് നിമിഷവും കാലുമാറും. അല്ലെങ്കിൽ തന്നെ നിനക്കെന്തിനാ പ്രണയം? ശ്രീകുട്ടി നിനക്ക് വേണ്ടി കണ്ണിലെണ്ണൊഴിച്ച് കാത്തിരിപ്പല്ലേ. അപ്പച്ചി ആള് ഭയങ്കര ഉറപ്പീരാണെങ്കിലും ശ്രീകുട്ടി അങ്ങനെയല്ല. എന്തുകൊണ്ട് നിനക്ക് ചേരും? എന്റെ ഏട്ടാ അതൊക്കെ വിട്. ഞാനിപ്പോ വിവാഹത്തെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ അങ്ങനെ ഒന്നിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഇപ്പൊ ഏട്ടന്റെയും ശ്രേയമോടെയും വിവാഹത്തിന്റെ ആലോചന. അതിന് നീ വല്ലാതെ ആലോചിക്കണ്ട. അതൊക്കെ സമയത്തിന് നടന്നിരിക്കും. ശ്രീഹരി അത്രയും പറഞ്ഞ് ഇന്ദ്രനെ നോക്കിയെന്ന് കണ്ണിറുക്കി. മായ, എന്തൊരു മൂഡ് ഓഫ്? ഷോപ്പിലെ രാവിലെയുള്ള തിരക്കഴിഞ്ഞതും എന്തോ ആലോചനയിൽ നിന്ന് മായയുടെ അടുത്തായി വന്ന് രാജേഷ് ചോദിച്ചു. അവളുടെ കൂടെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന മറ്റൊരു സ്റ്റാഫാണ് രാജേഷ്. എനിക്കോ? അവൾ വെപ്രാളത്തോടെ അവരെ നോക്കി. അതേടാ, താൻ തന്നെ. രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു തന്നെ. എന്തോ ഒരു ടെൻഷനുള്ള പോലെ ഫീൽ ചെയ്തു. അങ്ങനെയൊന്നുമില്ല രാജേഷ്, ഞാൻ ഓക്കെയാണ്. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയണേ. അവളൊന്ന് മൂളി. അല്ല, ധന്യൊന്ന് ലീവാണോ? അതെ, ഇന്നലെ പറഞ്ഞായിരുന്നു വരില്ലെന്ന്. ഓക്കെ, അപ്പൊ പറഞ്ഞവർക്കണ്ട. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ മടിക്കണ്ട. വീണ്ടും അവൻ പറഞ്ഞതിന് അവളവരെ നോക്കുക മാത്രം ചെയ്തു. രാജേഷ് അവളുടെ നോട്ടം കണ്ട് എന്തോ പറയാനേ ആഞ്ഞതും ആരോ അപ്പുറത്ത് വിളിച്ചതും ഓക്കെ പറഞ്ഞ അവിടെ നിന്ന് പോയി. ഇവനിത് എന്തിന്റെ കേടാ? സാധാരണ ഷോപ്പിൽ വന്ന വലിയ ചാടടിച്ച് മാറിക്കുന്നവനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് എന്റെ പ്രശ്നം ചോദിച്ചറിയുന്നു. ധന്യങ്ങാൻ ഇവന്റെ വരവേണ്ടിയത് നല്ല ചീത്തകൾക്കായിരുന്നു. പെട്ടെന്ന് അവിടെ മനസ്സിലേക്ക് വീണ്ടും രാവിലെ നടന്ന സംഭവം തെളിഞ്ഞു വന്നു. ഇത്രയേറെ സ്നേഹിച്ചും പ്രണയിച്ചും കാത്തിരുന്ന ആ പ്രണയം തന്നിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു. അല്ല, താൻ നഷ്ടമാക്കിയിരിക്കുന്നു. ഇനി ഒരിക്കലും കൂടിച്ചേരാനാവാത്ത വിധം. രാത്രി ഏറെ വൈകിട്ടാണ് ശ്രീഹരി ഒന്ന് വീട്ടിലെത്തിയത്. ഏതോ ഒരു ഫ്രണ്ടിനെ കാണാണ്ടെന്ന് പറഞ്ഞ് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരുന്നു. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും കിടന്നിട്ടുണ്ട്. എന്നിരുന്നാലും ചില റൂമിൽ നിന്ന് വെളിച്ചം കണ്ടതും ആരും ഉറങ്ങിയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. ഉറങ്ങിയവരെ ഉണർത്തേണ്ടെന്ന് കരുതി വാതിൽ തുറക്കാൻ ഇന്ദ്രനെ വിളിക്കാനായി ഫോൺ കയ്യിലെടുത്തു. വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടാവണം ശ്രീഹരിയുടെ അച്ഛൻ സുധാകരൻ മുൻവശത്തെ വാതിൽ തുറന്ന് സിറ്റൗട്ടിലേക്ക് കടന്നു വന്നു. അച്ഛൻ ഉറങ്ങിയിട്ടില്ലായിരുന്നോ? ഏയ് ഇല്ലടാ. അല്ല, നീ എന്താ വൈകിയത്? എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു അച്ഛാ, അതാ വൈകിയത്. അദ്ദേഹം ഒന്ന് മൂളി. മോനെ ശ്രീഹരി അച്ഛനോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകാൻ നിന്നു. ശാന്തമായ അച്ഛന്റെ ശബ്ദം കേട്ടതും അവനും നിന്നു. എന്താണെന്ന് അർത്ഥത്തിൽ തലയിരിച്ച് ശ്രീ അച്ഛനെ നോക്കി. എന്താ അച്ഛാ, അച്ഛൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അദ്ദേഹം ഒന്നും പറയാൻ നിന്നോ ശ്രീഹരി അച്ഛന്റെ കൈകൾ പിടിച്ച് ചോദിച്ചു. മറ്റൊന്നുമല്ല, ഈ വിവാഹത്തിന് നീ ശരിക്കും തയ്യാറാണോ മോനെ? തന്റെ കണ്ണിലേക്ക് നോക്കിയുള്ള അച്ഛന്റെ ചോദ്യത്തിൽ ശ്രീഹരി ഒന്ന് പതറി. പറ മോനെ. അവനൊന്നും മിണ്ടാതെയുള്ള നിൽപ്പ് കണ്ട അച്ഛൻ വീണ്ടും ചോദിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.